എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ഡോക്ടർ ഹാരിസിനെ കുറിച്ച്. വിദഗ്ധ സമിതി വളരെ വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു. ഒന്നേ പറയാനുള്ളൂ, ഈ വിദഗ്ധ സമിതിയിൽ തെറ്റിനെ തെറ്റായി കാണിക്കാതെ നല്ല ചെയ്തവനെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ വേണ്ടി ആ സമിതിയിൽ ആരെങ്കിലും ഒരാൾ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ആ കുടുംബത്തിന് ദൈവം കൊടുക്കുന്ന ശേഷം 5 ജന്മങ്ങളായിരിക്കും. 5 ജന്മങ്ങൾ നീറി മരിക്കും. ഒരു പക്ഷേ ആഹാരം കഴിക്കാത്തവരായിരിക്കും അവരുടെ അന്ത്യകർമ്മങ്ങൾ, അവരുടെ അന്ത്യം എത്തിച്ചേരുക. ഈ വിദഗ്ധ സമിതിയിൽ ആരെങ്കിലും മോശമായ രീതിയിൽ ഇല്ലാത്ത കെട്ടുകഥകൾ മെനഞ്ഞ് വളരെ രസമായ രീതിയിൽ റിപ്പോർട്ടിനങ്ങ് സമർപ്പിച്ച് ഡോക്ടർ ഹാരിസിനെ അതുമൂലം എന്തെങ്കിലും ഒരു തകർച്ച, ഒരു പരാജയം സംഭവിച്ചാൽ അതിന് കൂട്ടുനിന്ന് ആരായിരുന്നാലും ശരി, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റവും വലുതായിരിക്കും. അതൊരു കോടതിക്കും ആ ശിക്ഷ അതിന് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. അത് മുകളിലുള്ള ദൈവത്തിൻ്റെ കോടതിയാണ്. അതുകൊണ്ട് നിങ്ങൾ സമിതി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. വളരെ വളരെ നല്ല രീതിയിൽ ആ റിപ്പോർട്ട്, ആ സമിതി നിയോഗിച്ചവർ എന്താഗ്രഹിച്ചോ അത് തന്നെ ആ റിപ്പോർട്ടിൽ കാണാനും ഇടയായി. എന്നാൽ ജനങ്ങൾ ഫൂൾസല്ല, ജനങ്ങൾ മടയരല്ല. ജനങ്ങളെ വിഡ്ഢികളാക്കി എന്ത് തോന്നിയവാസം കാണിച്ചാലും ജനങ്ങൾക്കറിയാൻ പറ്റും ജനങ്ങൾ ചെയ്തതൊരു തെറ്റായിപ്പോയി. ഇപ്പോഴുള്ള ഒരു LDF ഭരണകൂടത്തെ 2ാം തവണയും അവർ ജയിപ്പിച്ചു വിട്ടു. അതിൻ്റെ ശിക്ഷ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ അവസാന നാൾ വരും. അതിന് യാതൊരു മാറ്റവും വരില്ല. അത് ഞാൻ അടക്കമുള്ളവർ കാണിച്ചൊരു വലിയ വഷളത്തരമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അനുഭവിച്ചോളൂ. പിന്നെ ഞാൻ ഏതെന്ന് ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്തതായി യാതൊന്നുമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിരോഷിമ നാഗസാക്കിയോ അതേതോ ഒരു യുദ്ധക്കപ്പലൊക്കെ നശിപ്പിച്ച് കളഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അവരെല്ലാം ത്യജിച്ച് അവരുടെ എല്ലാ സുഖസൗകര്യങ്ങളുമായി അവരിറങ്ങിത്തിരിച്ചു. ഹിരോഷിമയിൽ ബോംബിങ് ചെയ്തൊരു സ്ത്രീ ഉണ്ടെന്ന് ചരിത്രം ഞാൻ ഓർക്കുന്നു. അത് വാസ്തവമാണെന്ന് അറിയില്ല. എവിടെയാണ് ഒരു സ്ത്രീ ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. കാരണം അത് ആ സ്ത്രീയുടെ കഴിവാണ്. ഒരു സ്ത്രീക്ക് ഏത് നാടകവും ഏത് രീതിയിലും നടത്താൻ പറ്റും. ഏത് താളത്തിനൊത്തും ഡാൻസ് കളിക്കാൻ പറ്റും. അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അത് ഏത് വിരൂപയായിരുന്നാലും ഒന്ന് ബ്യൂട്ടി പാർലർ 1 മണിക്കൂറുണ്ട് അവളെ സൗന്ദര്യവതിയാക്കി മാറ്റുകയും ചെയ്യും. അതാണ് സ്ത്രീക്കുള്ള കഴിവെന്ന്. ഞാൻ സ്ത്രീ സമൂഹത്തെ മൊത്തം കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ സ്ത്രീയുടെ 2 മാറിടവും അവളുടെ ഭംഗിയില്ലാത്ത മുഖവും ഏത് പാർലറിൽ കയറ്റിയാലും അവളെ സുന്ദരിയാക്കി മാറ്റാനുള്ള എല്ലാവിധ വിദ്യകളും എല്ലാവിധ കോസ്മെറ്റിക്സ് ഇന്ന് എല്ലായിടത്തും അവൈലബിളാണ്. അവളെ 18കാരിയാക്കി മാറ്റാനും സാധിക്കും. ഇതെല്ലാം പൗഡറും മുഖത്തെ ഫേഷ്യലും കൊണ്ടാണെന്ന് അവർ ധരിക്കുന്നില്ല. നിമിഷം കൊണ്ട് ഒരു വെള്ളം കോരി ഒഴിച്ചാൽ അതെല്ലാം മാറും, പഴയ രൂപം തന്നെ വരും. അപ്പോൾ നാം എന്ത് കാണിച്ചാലും നമുക്കൊരു രൂപമുണ്ട്, നമ്മുടെ ഒരു പഴയ രൂപമുണ്ട്. ആ രൂപം തന്നെയാണ് നമുക്കുള്ളത്. അതിന് എത്ര ക്രീമും പൗഡറും എന്ത് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും 5-10 നിമിഷം അത് നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ആ പഴയ മുഖം തന്നെയായിരിക്കും വരിക. ഞാനീ പറയുന്നത് ഏത് വൃത്തികേട് കാണിക്കാനും കൂട്ടി നിൽക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഒരു പർട്ടിക്കുലർ സ്ത്രീയല്ല പറയുന്നത്. ഏതൊരു സ്ത്രീക്കും പവറും പ്രസക്തിയും പവറും ഉണ്ടെങ്കിലും അവർ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും കാണിക്കാൻ അനായാസം സാധിക്കും. അത്
ലോകത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോക ചരിത്രത്തിൽ ഇത് അറിയുന്ന ഒരു വസ്തുതയാണ്. ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഇനി ഞാനത് ഹാരിസിൻ്റെ ഒരു ഡോക്ടർ ഹാരിസിന് വേണ്ടി വിദഗ്ധ സമിതി രൂപീകരിച്ച് അവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയല്ല പറയുന്നത്. എന്നാൽ ആ സമിതിയിൽ എന്താണ് ആഗ്രഹിച്ചത്, അത് നേരായ രീതിയിലായിരിക്കരുത് ആ റിപ്പോർട്ടെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് ഒരു സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. അവർ നേരായ രീതിയിലാണ് ഈ സമിതിയിൽ രൂപം കൊടുത്തിട്ടുള്ളത്. സമിതിയുടെ റിപ്പോർട്ട് കറക്റ്റാണ്, അതിൽ തെറ്റുകളില്ല, അത് ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ പറഞ്ഞ ഗണത്തിൽ കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ. അത് തെറ്റാണെങ്കിൽ, ശരിയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായിരുന്നാലും ഈ സമിതി ഇനിയും പല ഹാരിസന്മാരെയും കണ്ടെത്തും. ഇനിയൊരു ഡോക്ടർ ഹാരിസനെ പോലുള്ളവർ ഇനി ഇങ്ങനെയുള്ള സത്യസന്ധമായ ഫേസ്ബുക്ക് നോട്ടുമായി പുറത്ത് വരാൻ പാടില്ല. അവരെ തുറുങ്കിൽ അടച്ച് തന്നെ ആകണം. തുറുങ്കെന്ന് പറഞ്ഞ് ജയിലിൻ്റെ അകത്തല്ല, അല്ലാത്തൊരു തുറുങ്കുണ്ട്, മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു തുറുങ്ക്. അതിൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ അവർ കഷ്ടപ്പെടുന്നത് കണ്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന ചില സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പിന്നിലൊരു കളിയില്ലാതെ ഇങ്ങനെയുള്ളൊരു സമിതി റിപ്പോർട്ട് വരികയില്ല. എന്തായിരുന്നാലും സമിതിയിൽ റിപ്പോർട്ട് നടത്തിയവർക്ക് അഭിവാദനങ്ങൾ. നിങ്ങളെന്ത് നല്ലതാണെങ്കിൽ നല്ല റിപ്പോർട്ട്, അത് മോശമാണെങ്കിൽ കുടുംബങ്ങൾ നിൻ്റെ 5 ജന്മം വരെയും അനുഭവിച്ച് മരിക്കും. നീയൊക്കെ മരിക്കുമ്പോൾ നിൻ്റെ ഈ അണ്ണാക്കിൽ നിന്നും ഒരു തുള്ളി വെള്ളം വരെ നിനക്കൊക്കെ ശരിക്ക് കുടിക്കാൻ പറ്റില്ല. നീയൊക്കെ അന്ന് കിടന്ന് മരിക്കുക. അന്നൊക്കെ നിൻ്റെ കണ്ണുനീരിന്ന് വരുന്നത് എത്രയോ വരെ. നീയൊക്കെ ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തായിരിക്കും നീയൊക്കെ അന്ത്യശ്വാസം വരിക്കുക. അന്നൊക്കെ നിന്നെ മനുഷ്യനെ കാണാൻ നീ കാണുന്നത് വെറും പിശാചുക്കൾ രൂപത്തിൽ നിൽക്കുന്ന നടനമാടുന്നത്. ഏത് മനുഷ്യനും വന്നാലും അതേ തോന്നിക്കത്തുള്ളൂ, മനസ്സിലാക്കിയുള്ളൂ. അതായത് ആരെങ്കിലും ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബങ്ങളെക്കുറിച്ചും അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് ഓർക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.